കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തിന് കഴിയാത്ത സാഹചര്യത്തിലാണ് സഹായികളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് കോടതിയെ സമീപിച്ചത്. ഇതേ തുടർന്നാണ് മണിയുടെ സഹായികളായ ജോബി, അനീഷ്, മുരുകൻ, വിപിൻ, അരുൺ, പീറ്റർ എന്നിവരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കാൻ ചാലക്കുടി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച കോടതി നോട്ടീസ് അയച്ച് 6 സഹായികളെയും വിളിപ്പിച്ചിരുന്നു. നുണപരിശോധനയ്ക്ക് വിധേയമാകുന്നതിൽ എതിർപ്പില്ലെന്ന് ഇവർ കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് 6 പേരെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കാൻ കോടതി ഉത്തരവിട്ടത്. കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാലുടൻ നുണപരിശോധനാ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ചാലക്കുടി സിഐ അറിയിച്ചു. തിരുവനന്തപുരത്തെ ലാബിലാവും നുണപരിശോധന. മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സഹായികൾ പോലീസിന് നേരത്തെ നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടോ എന്നാകും പോലീസ് പ്രധാനമായും പരിശോധിക്കുക. മണിയുടെ മരണം കൊലപാതകമോ ആത്മഹത്യയോ സ്വാഭാവിക മരണമോ എന്ന് വ്യക്തത വരുത്താനായില്ലെന്ന റിപ്പോർട്ടാണ് അന്വേഷണ സംഘം നേരത്തെ മനുഷ്യാവകാശ കമ്മീഷനിലും സമർപ്പിച്ചിരുന്നത്. ഇതേ തുടർന്ന് കേസ് സിബിഐക്ക് കൈമാറാനും സർക്കാർ തീരുമാനിച്ചിരുന്നു. മണിയുടെ സഹായികളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ മണിയുടെ മരണത്തിൽ വ്യക്തത വരുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. മീഡിയ 1 തൃശൂർ.